നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അടുത്തത് പഠിക്കാൻ പോണത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ചെറിയ സാധനം പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും അത് ഓർത്ത് വെച്ചേക്കണം. ഈ ട്രയാങ്കിൾ ഇവിടെ നിൽക്കട്ടെ. വേറൊരു ട്രയാങ്കിൾ ഞാൻ വരക്കുകയാണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. അപ്പോൾ ഇതിലെ ഓരോ ആംഗിളിനെയും, ഈ 90 ഡിഗ്രി ആംഗിളിനെ ഞാൻ എ ആംഗിൾ എന്നും ബാക്കിയുള്ള ഈ 2 ആംഗിളിനെ ബിയും സിയും എന്നും ഞാൻ വിളിച്ചു. ഇങ്ങനെ ക്യാപിറ്റൽ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ ഓരോ ആംഗിളിനും ഞാൻ ഓരോ നെയിം കൊടുത്തു, ABC. അപ്പോൾ ഇങ്ങനെയുള്ള ട്രയാങ്കിൾസ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ആംഗിളും അതിൻ്റെ സൈഡും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അത് ഈ 90 ഡിഗ്രി ആംഗിളുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. സോ ഞാൻ അതിനെ സ്മോൾ ലെറ്റർ എ എന്ന് വിളിച്ചു. അതേപോലെ ഈ ബി എന്ന് പറയുന്ന ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബി. ഈ ക്യാപിറ്റൽ ലെറ്റർ ബിയും ഈ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത് ആംഗിളാണ് കേട്ടോ. ആ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും തമ്മിൽ റിലേഷൻ ഉണ്ടാവും. റേഷ്യോ പോലെയാണ്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതേപോലെ ഈ സി എന്ന് പറയുന്ന ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിനെയും ഞാൻ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും തമ്മിൽ റിലേഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇത് പറയുകയാണെങ്കിൽ, ആ റിലേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ആംഗിൾ ABC ഇവർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് A:B:C. അതായത് ഈ എ എന്ന് പറയുന്ന ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് സൈഡിനെ ആയിരിക്കും. അതിനെ ലെങ്ത്ത് A ആണ്. ബി എന്ന് പറയുന്നതിന് ബി എന്ന് പറയുന്ന ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ബി ആയിരിക്കും. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് A:B:C എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ ആംഗിൾസ്, അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരുന്ന കേസ് ഏതൊക്കെയാണ്? 90, 45, 45 ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരും. പിന്നെ ഏതാ വരുന്നത്? 90, 60, 30 ഇങ്ങനെ. പൊതുവേ ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലേ? 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിൽ ഈ രണ്ട് സെറ്റ് ആംഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി റേഷ്യോസ് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇവർ ഒരു സൈഡ് കിട്ടിയാൽ നമ്മൾ ഒരു ആംഗിൾ വെച്ചിട്ട് ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി സൈഡ്സ് നമുക്ക് ഈ റേഷ്യോയിൻ്റെ കണക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിളാണ് 90, 45, 45. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ അറിയാം അല്ലേ? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ അറിയാം. അപ്പോൾ 2 സൈഡും തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യും. എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ ബേസ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതെത്രയാണ് ഇവിടെ? 9 + 9 ദാറ്റ് ഈസ് 18 അല്ലേ? 18 എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ ആണ്. അതായത് A² + B² = C². നമ്മൾ ഈ C² ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന 80 ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ ആണ് 80. ഇനി C കണ്ടുപിടിക്കണമെങ്കിൽ, ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് C ആണ്. ഇപ്പോൾ ഇത് C, ഇത് A ആയിരുന്നു, ഇത് B ആയിരുന്നു. നമ്മൾ Aയും Bയും ഒക്കെ വെച്ചിട്ട് C² 80 കണ്ടുപിടിച്ചു. അപ്പോൾ √18 ആണ് C ആണ് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതാക്കാമല്ലോ. 9 × 2 എന്ന് എഴുതാം. 9 × 2 എങ്ങനെ വരും? 3√2 എന്ന് വരും അല്ലേ മക്കളെ? അപ്പോൾ എന്തായി? ഹൈപ്പോട്ട്ന്യൂസ് C അത് 3√2 ആയി. നോക്കിയേ, A എന്ന് പറയുന്നത് 3യും B എന്ന് പറയുന്നത് 3, C 3√2 വന്നു അല്ലേ? 3√2 വന്നു. അപ്പോൾ ഇവരെ ഞാൻ നേരത്തെ എഴുതിയ പോലെ A:B:C എന്ന് എഴുതട്ടെ. A:B:C എങ്ങനെ വരും? 3:3:3√2. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 3 ഉണ്ടല്ലോ. സോ ഞാൻ 3 കോമൺ ഡിവൈഡ് ചെയ്യാണ്.
ഒന്നുമില്ല, ജസ്റ്റ് ആ 3 കളയാൻ വേണ്ടിയിട്ട്. നമുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 3യും ഈ 3യും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അപ്പോൾ 1:2. ഈ 3യും ഈ 3യും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴും 1. അടുത്തത് നോക്കൂ, ഇവിടെയും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 3യും 3യും ക്യാൻസലായി √2. അപ്പോൾ 1:1:√2 എന്നാണ് നമുക്ക് എന്തിൻ്റെ റേഷ്യോ കിട്ടിയേ? ആംഗിൾ 45ഉം 90യും കൂടെ ചേർന്ന ഒരു ട്രയാങ്കിളിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടിയത് 1:1:√2. സോ ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ തരികയാണെന്നിരിക്കും മക്കളെ, ഒരു ട്രയാങ്കിൾ തരികയാണ്. ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് 45 ഡിഗ്രിയാണ്, ഇവിടെയും 45 ആണ്, ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹൈപ്പോട്ന്യൂസ് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം തരികയാണെന്നിരിക്കട്ടെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇത് 4 ആണെന്ന് തരുന്നിട്ടുണ്ട് ബേസ്. ബാക്കി 2 സൈഡ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇത് കണ്ടോ, ഈ 1:1:√2. ഇതിൽ ഈ 1ഉം 1ഉം എന്ന് പറയുന്നത് 45 ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരാണ്. അതായത് 45 എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ 1. ഈ 1ഉം 45ൻ്റെ, മറ്റേ 1ഉം 45 എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്. ഇത് നോക്കൂ, 45ൻ്റെ ഓപ്പോസിറ്റ് 3, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 3. ഇതിനെയാണ് നമ്മൾ ചെറുതാക്കി 1 കണ്ടുപിടിച്ചതല്ലോ. സോ 45 ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചെറിയ സൈഡുകളാണ്. അപ്പോൾ ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് 4 ആണ്. അപ്പോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫുൾ, ഈ റേഷ്യോയിൽ ഫുൾ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ x=√2x എന്ന് കിട്ടും. x=√2x. ഇപ്പോൾ നോക്കൂ മക്കളെ, നമ്മൾ ഒരു സൈഡ് 4 എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു സൈഡ് 4 ആവുമ്പോൾ നമുക്കറിയാം 4x ആണ്, ഒരു എക്സ് ആണ് 4 ആയിട്ട് കിട്ടിയേക്കുന്നത്. അതായത് ഫസ്റ്റ് 1:1:√2, അതായത് 45ഉം 90യും ആംഗിളും വരുന്നത്. ആദ്യത്തെ 45 ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ 1. രണ്ടാമത്തെ 45 ആംഗിളിൻ്റെ ഏതെങ്കിലും ആദ്യത്തത് ഇതെടുക്കണമെങ്കിൽ ഇതെടുക്കാം, 45ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 45ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഈ 4. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത് 4. സോ ആ അതിനെ ഞാൻ എക്സ് ആയിട്ട് വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരെ നമുക്ക് 1 എന്നാണ് റേഷ്യോയിൽ പറയുന്നത്. ആ 1 ഈ ടോട്ടലി ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സൈഡ് തന്നിട്ടുണ്ട്, അതിനെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡും ഈ സൈഡുള്ളത് ആരായിരിക്കും? അതും എക്സ് ആണ്, കാരണം നമുക്ക് ഈ 2 ആംഗിളും സെയിം ആണെന്നറിയാം. പിന്നെ ഹൈപ്പോട്ന്യൂസിൽ എന്താ ഒരു വ്യത്യാസം? ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്തേക്കുന്നു? ഓൾട്ടിറ്റ്യൂഡാണ് 4. ഓൾട്ടിറ്റ്യൂഡ് 4, ബേസ് നമ്മൾ 4 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ഓൾട്ടിറ്റ്യൂഡ് 4 ആണെന്ന് കണ്ടുപിടിച്ചു. ഹൈപ്പോട്ന്യൂസ് എന്താ ഒരു പ്രത്യേകതയുള്ളത്? 90 ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളതാണ്. അതിന് √2 കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു സൈഡിന് √2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഹൈപ്പോട്ന്യൂസ് എന്തായി മക്കളെ? √2 × 4 അല്ലെങ്കിൽ 4√2 എന്ന് വരും. സോ ഒരു സൈഡ് തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ അടുത്തത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇത്രയേ ഉള്ളൂ. നമ്മൾ 1:1:√2 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെക്കും. എന്ത്? 45 90യുടെ ആംഗിൾസ്, ഇങ്ങനെ ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഇങ്ങനെ ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ തന്നിട്ട് നമ്മളോട് പറയുകയാണ് 45 90 ആംഗിൾ തരികയാണെങ്കിൽ വേറൊരു കണക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും 45 90 ആണ്. അപ്പോൾ ഇവിടെയും റേഷ്യോ 1:1:√2 ആയിരിക്കുമല്ലോ. സോ ഇവർ ടോട്ടലി ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാൻ പോവുകയാണ് മക്കളെ. x=√2x. ഈ എക്സ് എന്ന് പറയുന്നത് 45ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡായിരിക്കും. ഈ എക്സും ഇതിലേതെങ്കിലും ഒരു 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ വേർതിരിച്ച് കാണാറില്ല. ഈ √2x 90 ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 3√2 എന്നാണ് ഹൈപ്പോട്ന്യൂസ് തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? 3√2. അപ്പോൾ √2x എന്ന് പറയുന്നത് 3√2 ആണ്. എന്തുകൊണ്ടാണ്?
ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ന്യൂസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അല്ലേ. എക്സ് എത്ര വരും? √2 ക്യാൻസൽ ചെയ്യാം നമുക്കിങ്ങനെ. സോ എക്സ് 3 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ ബാക്കി രണ്ട് സൈഡും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, വേറൊരു എക്സാമ്പിൾ വരികയാണ്. അവിടെ ഹൈപ്പോട്ന്യൂസ് 12 എന്നാണ് തന്നിരിക്കുന്നത്. 45 ആണ്, 90 ആണ്. അപ്പോൾ 1:1:√2 നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി x:√2x എന്നെടുത്തു. കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് x:√2x എന്നെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പോട്ന്യൂസിൻ്റെ റേഷ്യോ എന്താ? √2x. കിട്ടിയിരിക്കുന്ന ഹൈപ്പോട്ന്യൂസ് എന്താ? 12. സോ x = 12/√2. അപ്പോൾ നമുക്ക് ബാക്കി രണ്ട് സൈഡ്സ് കിട്ടിയേ. ബാക്കി രണ്ട് സൈഡ്സ് ആരൊക്കെയാണ്? നമുക്ക് എക്സ് ആണ് ബാക്കി രണ്ട് സൈഡ്സ്, 12√2ഉം 12√2. ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം കേട്ടോ. ഇപ്പോൾ 12നെ 4 ചെറുതാക്കണമെങ്കിൽ ഇവിടെ √2 ഇവിടെയും √2 ഒക്കെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ 12√2 ഡിവൈഡഡ് ബൈ √2ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2 കിട്ടും. ഇത് രണ്ടും ക്യാൻസലായി 6√2 കിട്ടും. ബാക്കി രണ്ട് സൈഡ്സ് എന്തായി? 6√2. അപ്പോൾ ഇങ്ങനെ ഉള്ള കണക്കുകൾ റേഷ്യോ വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 30, 60, 90 ആംഗിൾസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റേഷ്യോ ഒരെണ്ണം പഠിച്ചല്ലേ, 45, 90യുടെ റേഷ്യോ എന്താണെന്നാണ് പഠിച്ചത് നമ്മൾ? 1:1:√2. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ വേറൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ 90 ഡിഗ്രിയിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത്. 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്ററും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ 6 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റേഷ്യോയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇപ്പോൾ 30, 60, 90 എന്നിട്ടാൽ നമുക്ക് 3 ഇവിടെ കിട്ടിയിട്ടുണ്ട്, 6 ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. സോ രണ്ട് സൈഡ് തരുമ്പോൾ നമ്മൾ 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ BC സ്ക്വയർ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ = AB സ്ക്വയർ + AC സ്ക്വയർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് AC ആണ്. സോ AC സ്ക്വയർ = BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. സോ BC എന്താ ഇവിടെ? BC 6 സ്ക്വയർ. പിന്നെ AB എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ. അപ്പോൾ 36 - 9 = 27. AC സ്ക്വയർ = 27. AC √27. ദാറ്റ് = 9 × 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 9 × √3, √3 അതിൻ്റെ അകത്ത് തന്നെ. അപ്പം 3√3 കിട്ടി. സോ നമുക്ക് 3 എന്നുള്ളത് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 6ഉം, നമുക്കിപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 3√3. സോ 3√3 ഞാനിവിടെ എഴുതുകയാണ്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമുക്കൊരു 3 കൊണ്ട് ഇവിടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ, കാരണം എല്ലായിടത്തും 3 ഉണ്ട്. സോ നമ്മൾ 3 കൊണ്ട് ഇവിടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 1:√3:2. അപ്പോൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 90 ഡിഗ്രിയുള്ള ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്താണ്? 1:√3:2. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ പ്രോബ്ലം ഒരെണ്ണം എടുക്കട്ടെ. പ്രോബ്ലം ഇതാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അതിൽ ബേസ് 2 സെൻറ്റിമീറ്ററും ഹൈപ്പോട്ന്യൂസ് 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. സോ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 30:60:90 അതെങ്ങനെയാണ്?
30 ഡിഗ്രി കോമ ഇട്ട് പോയാൽ മതി കേട്ടോ, ആംഗിളിന് കോമ ഇട്ട് പോയാൽ മതി. അപ്പോൾ എങ്ങനെ ഇവിടെ 1:√3:2 അല്ലേ? ഇവിടെ കോമൺ ആയിട്ട് ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x√3x2x എന്ന് കിട്ടും. ഇതിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആരാണ്? 4. അതായത് 2x എന്ന് പറയുന്നത് 4 ആണ്. അതേപോലെ നമ്മുടെ പിന്നെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ x = 2 എന്ന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റഡ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാമല്ലോ. √3 × x ആണ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ഇവിടെ ABC എന്ന് ഇടുകയാണെങ്കിൽ AC എന്ന് പറയുന്ന സൈഡ് എന്തായിട്ട് കിട്ടും? √3x ആണെന്ന് നമുക്കറിയാം. എക്സ് നമ്മൾ 2 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. നമ്മൾ ഒരു സൈഡ് വെച്ചിട്ട് ഒരു സൈഡ് തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് സൈഡ് തന്നാലും, രണ്ട് സൈഡ് വേണമെന്നില്ല, ഒരു സൈഡ് തന്നാലും മതി അല്ലേ. ഇവിടെ ഇപ്പോൾ 2 ഇല്ലായിരുന്നെന്ന് തന്നെ ഇരിക്കട്ടെ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. സോ 2x 4 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാൻ പറ്റും. 2x 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ x = 4/2, അത് 2, x 2 കിട്ടി. സോ 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിട്ടുള്ള AC നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. AC എത്രയാണ്? √3 × x. x 2 ആണെന്നും കണ്ടുപിടിച്ചു. സോ √3 × 2√3 x. പിന്നെ നമുക്ക് ബേസ് നമുക്ക് തന്നിട്ടില്ല എന്നിരിക്കട്ടെ, ഞാൻ അറിയാതെ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയതാണ്. ആക്ച്വലി അത് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ബേസ് തന്നിട്ടില്ല എങ്കിലും അങ്ങനെ തന്നെയല്ലേ. ബേസ് എന്താണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരെ x എന്നാണ് വിളിക്കുന്നത്. കാരണം 1 ആണ് അതിൻ്റെ റേഷ്യോ. അതിനെ ഞാൻ ഒരു ടോട്ടലി x കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ x കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് 2x 4 ആണ്. സോ ആ ഇക്വേഷനിൽ നിന്ന് തന്നെ x = 2 എന്ന് കിട്ടി. സോ ബേസ് 2ഉം ഈ AC എന്ന് പറയുന്നത് 2√3 ആയി. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് 30, 60, 90 ഡിഗ്രീസ്. ഇതിൽ 1:, എത്രയാണ്? 1:√3:2. അതിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടോട്ടൽ. അപ്പോൾ x √3x2x എന്ന് വരും. ഇതിൽ ഈ 2x ആണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. നമുക്കിവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന സൈഡ് ഏതാ? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 2x = 8 സെൻറ്റിമീറ്റർ. x = 4 അല്ലേ. x = എങ്ങനെ വരും? 8/2 വരും. അപ്പോൾ അത് 4 ആവും. x എന്ന് പറയുന്നത് എന്തിൻ്റെ സൈഡാ? 30 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് x. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AB ആണ്. AB 4 ആണെന്ന് കിട്ടി. ഇനി 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എങ്ങനെയായിരിക്കും? √3 × x. √3 × x. x കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ 4. ഇനി √3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 4√3. ഇത്രയേ ഉള്ളൂ. ഈ റേഷ്യോ വെച്ചിട്ടുള്ള കണക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയാണ് റേഷ്യോ വെച്ചിട്ടുള്ള നമുക്ക് ഉള്ള പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ്.